ഗുഡ് മോർണിംഗ് എവരിബഡി. പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. നിങ്ങൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മൾ പഠിക്കുന്നത്. ഫാദർ, യോ കിങ്ഡം കം. കിങ്ഡം ഓഫ് ഗോഡ് മീൻസ് റൈറ്റിയസ്നെസ്, പീസ് ആൻഡ് ജോയ് ഇൻ ദ സ്പിരിറ്റ്. നീതി, സമാധാനം, സന്തോഷം. അതാണ് ദൈവരാജ്യം എന്നാൽ. അതാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവരാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീതി വരണമേ, സമാധാനം വരണമേ, സന്തോഷം എല്ലായിടത്തും വരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? പിന്നെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദാനിയേൽ ചാപ്റ്റർ 2 വേഴ്സ് 31 ഓൺവേഴ്സ്. അതായത് കിങ്ഡം ഓഫ് ഗോഡിനെ പറ്റിയാണ്. കിങ്ഡം ഓഫ് ദ വേൾഡ്, ഈ രാജ്യത്തിലെ ഈ ലോകത്തിലെ രാജ്യങ്ങൾക്കെല്ലാം എന്ത് സംഭവിക്കുമെന്ന് നെബൂഖദ്നേസർ രാജാവിന് ഒരു സ്വപ്നം കൊടുത്ത ദൈവം. അത് വ്യാഖ്യാനിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ദാനിയേലിനെ വിളിച്ച് ദാനിയേൽ വ്യാഖ്യാനിച്ച കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദാനിയേൽ പറയുകയാണ്, രാജാവ് കണ്ട ദർശനം വലിയൊരു ബിംബം, ഒരു വലിയ ബിംബമാണ് കണ്ടത്. വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു. ദാനിയേൽ പറയുകയാണ് രാജാവിനോട്, അതിൻ്റെ രൂപം ഭയങ്കരമായിരുന്നു. ഇത് കേൾക്കണം. ഒന്നാമത് തന്നെ ബിംബത്തിൻ്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടും ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. തിരുമനസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറിഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് എല്ലാം തകർത്തു കളഞ്ഞു എന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ലോകത്തിലെ രാജ്യങ്ങളെ എല്ലാം തകർക്കാൻ വേണ്ടി യേശു ക്രിസ്തു വരുമെന്ന്. അത് 44-ാമത്തെ വചനത്തിലുണ്ട്. ദ ഗോഡ് ഓഫ് ഹെവൻ വിൽ ഡിസ്ട്രോയ് ഓൾ ദ കിങ്ഡംസ് ഓഫ് ദിസ് വേൾഡ് ആൻഡ് വിൽ സെറ്റ് അപ്പ് എ കിങ്ഡം ദാറ്റ് വിൽ ലാസ്റ്റ് ഫോർ എവർ എന്ന്. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെയൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. കണ്ടോ? ഈ രാജ്യങ്ങളൊക്കെ ഇപ്പോൾ താൽക്കാലികമാണ്. ഞാൻ പറഞ്ഞല്ലോ, ദർ ഈസ് നോ സേഫ്റ്റി ഇൻ ദിസ് എർത്ത് കിങ്ഡം. എർത്ത് നമ്മൾ ജീവിക്കുന്ന ഈ കിങ്ഡം ഇത് എപ്പോൾ വേണേലും തകർന്നു പോകാം, എപ്പോൾ വേണേലും മാറിപ്പോകാം. പക്ഷേ ഈ സ്വർഗരാജ്യം എന്ന കിങ്ഡം, സ്വർഗത്തിലെ രാജ്യം, ആ കിങ്ഡം, സ്പിരിച്വൽ കിങ്ഡം വിൽ ബി പെർമനൻറ്റ് ആൻഡ് ഇറ്റ് വിൽ ലാസ്റ്റ് ഫോർ എവർ. അതാണ് ഈ നെബൂഖദ്നേസർ രാജാവിന് കാണിച്ചു കൊടുത്ത സ്വപ്നമാണത്. ഈ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും അങ്ങേരോടത്ത് ഞാൻ വലിയ